ഇംഗ്ലണ്ടിനെ ഇങ്ങനെ തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുപോലത്തെ നാണംകെട്ട തോൽവിയാണ് ഇംഗ്ലണ്ട് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. 142 റൺസിനാണ് ഇന്ത്യ കളി ജയിച്ചിരിക്കുന്നത്. ഈ ഒരു സീരീസിലെ ഒരു മാച്ചിൽ പോലും ഇംഗ്ലണ്ടിനെ ജയിക്കാൻ സാധിച്ചില്ല. 3-0 ഇന്ത്യ ഇംഗ്ലണ്ടിനെ മലർത്തിയടിച്ചു. ഇപ്പോഴത്തെ ഇന്ന് മൂന്നാം ഏകദിനം തോറ്റ ശേഷം അവരുടെ ക്യാപ്റ്റൻ ബട്ട്ലർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇംഗ്ലണ്ട് 214 റൺസിലാണ് ഓൾ ഔട്ട് ആയത്. തോറ്റ ശേഷം ബട്ട്ലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് നിരാശയുണ്ട്. ഒരുപാട് സ്വപ്നം കണ്ടാണ് ഞങ്ങൾ ഈ സീരീസിന് എത്തിയത്. ഇന്ത്യൻ ടീമിനെ എങ്ങനെയെങ്കിലും മലർത്തിയടിക്കണം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് കളിക്കാൻ ഇറങ്ങി. പക്ഷേ ഒരു മാച്ചിൽ പോലും ഇന്ത്യയെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതിന് കാരണം ഇന്ത്യൻ ടീമിന്റെ ഫോം തന്നെയാണ്. ഇന്ത്യ ഇങ്ങനെ കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഇന്ത്യൻ ടീമിനെ തൊടാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യൻ പിച്ച് ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഫ്ലോപ്പ് ആവുന്നത്. വരാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനെതിരെ ഞങ്ങൾ കണക്കുകൾ തീർക്കും. ഇന്ത്യൻ ടീമിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് ബട്ട്ലർ വ്യക്തമാക്കി. അവരുടെ തോൽവി സമ്മതിക്കുന്നില്ല. അവർക്ക് ഇന്ത്യൻ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ബട്ട്ലർ പറയുന്നത്. അല്ലാതെ അവരുടെ ടീമിന് യാതൊരു കുഴപ്പവുമില്ല. എന്തായാലും ഇന്ത്യൻ ടീമിൽ എല്ലാവരും ഫോമിലാണ്. ഇന്ത്യക്ക് അത് മതി. ഇന്ത്യൻ ആരാധകർ ഹാപ്പിയാണ്. 3-0 ഇന്ത്യ പരമ്പര തൂത്തുവാരിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇന്ത്യൻ ടീമിന്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ സ്വന്തമാക്കിയാൽ അത് രോഹിത്തിന് വലിയ നേട്ടമായിരിക്കും. നിലവിലെ ഫോമിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടാൻ എല്ലാവിധ സാധ്യതയുമുണ്ട്. അതുപോലത്തെ ബാറ്റിംഗ് ആണ് ഇന്ത്യ ഇന്ന് കാഴ്ചവെച്ചത്. കോഹ്ലി അടക്കം എല്ലാവരും ഫോമിലേക്ക് എത്തി. ഇനി ഇന്ത്യക്ക് പേടിക്കാനില്ല. ബൗളിംഗിൽ മികച്ച താരങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. അതുകൊണ്ട് ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.